സാധാരണ പാനൽസ് വരുന്നതെല്ലാം സോഫ്റ്റ് പാനലാണ്. ഇതിപ്പോ നമ്മൾ കണ്ടോ ഒന്നും സംഭവിക്കില്ല. സാധാരണ LED നമ്മൾ തൊട്ട് കഴിഞ്ഞ് കുട്ടും ഇതുപോലെ വരും. നമ്മളിപ്പോ ഒരു TV എടുത്തത് ഇങ്ങനെ വരും. ഇതാ കണ്ടോ, ഇതാണ് സാധാരണ ഇപ്പൊ എല്ലാ വില കുറഞ്ഞ ടിവികളിലും വരുന്നത്. ഈ പാനലാണ് വരിക, ഈ ലൈൻ കണ്ടോ. നമ്മുടെ പാനൽ കണ്ടോ, ഇതൊക്കെ നമ്മളെ എക്സ്ചേഞ്ച് ഓഫർ കൊടുക്കുന്നുണ്ട്. 6000 rupees വരെ പഴയ ടിവികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് ഓഫർ. ആ ടിവിയുടെ കണ്ടീഷൻ ഞങ്ങൾ നോക്കുന്നില്ല, എനി കണ്ടീഷൻ കൊണ്ടുവരാം, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അടിപൊളി TV കുറഞ്ഞ ബഡ്ജറ്റിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ പെരിന്തൽമണ്ണ CJ സ്മാർട്ടിലേക്ക് വന്നാൽ മതി. ഇവിടെ എന്ത് ഓഫറിന്റെ പെരുമര കാലം തന്നെയാണ് CJ സ്മാർട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ട് ഇവർക്ക് എന്നും ഓഫറാണ്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ നമുക്ക് ഉള്ളിൽ പോയിട്ട് എന്തോ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ചോദിച്ചു തന്നെ അറിയാം. അതുപോലെ തന്നെ പുതിയ TVക്ക് വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം, ഇടിമിന്നൽ ഏറ്റാൽ പോലും TVക്ക് ഒരു കംപ്ലൈന്റും എന്ത് കംപ്ലൈന്റ് വന്നാലും ഇവര് മാറിത്തരും. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. നമുക്കപ്പോ ഉള്ളിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു തന്നെ അറിയാം. പോരി. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് CJ സ്മാർട്ടിന്റെ ബ്രാഞ്ച് മാനേജറായ സുനോ ചേട്ടനാണ്. അപ്പൊ നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഇവിടുത്തെ ഓഫറും കാര്യവും എന്നൊക്കെ. അപ്പൊ എന്താ സുനോ ചേട്ടാ, എന്നും ഇവിടെ എന്താ ഓഫറും കാര്യങ്ങളുടെ പെരുമഴയൊക്കെയാണെന്ന് നമ്മള് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്തോ കാര്യം? അപ്പൊ CJ സ്മാർട്ടിന്റെ ഓഫറും കാര്യങ്ങളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ ഒരുപാട് താല്പര്യമുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ, എങ്ങനെയാ? നമ്മൾ 24 ഇഞ്ച് മുതലാണ് നമ്മുടെ ടിവികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 24 ഇഞ്ച് TV മുതലാണ് നമ്മളോട്. അത് മുതൽ 65 ഇഞ്ച് വരെയാണ് നമ്മുടെ 24, 32, 40, 43, 50, 55, 65 ഈ റേഞ്ചിലാണുള്ളത്. 24 ഇഞ്ച് TV നമുക്ക് 6900 ആണ് നമ്മളുടെ ഓഫർ റേറ്റ്. 6900 ആണ് വരുന്നത്. അത് കഴിഞ്ഞ പിന്നെ നേരെ പോകുന്നത് നമ്മൾ 32 ഇഞ്ചിൽ നോർമൽ TV, ആൻഡ്രോയിഡ് അല്ല, അതുപോലെ തന്നെ ഗൂഗിളും അല്ല, നോർമൽ സാധാരണ TV കാണുന്നവർക്കോ CCTV വെക്കുന്നവർക്കോ യൂസ് ചെയ്യാവുന്ന നോർമൽ TV. ഇതാകുമ്പോൾ നമുക്ക് 7990 വരുള്ളൂ. 1000 രൂപയുടെ മാറ്റേ വരുള്ളൂ 32 ഇഞ്ചില് ഈ TV വരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ നേരെ 32 ഇഞ്ച് ആൻഡ്രോയിഡ് ആണ് അടുത്ത സെഗ്മെന്റ് വരുന്നത്. അതാകുമ്പോ അതിനൊക്കെ ചെറിയൊരു മാറ്റമുള്ളൂ. ഇപ്പോ ഓണത്തിന്റെ ആ റേറ്റും ഉണ്ട്, ദീപാവലിക്ക് അതേ റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് വരുന്നത് 10,990 നമ്മൾ 32 ഇഞ്ച് ആൻഡ്രോയിഡ് സ്റ്റാർട്ട് 2 വർഷം വാറന്റിയോട് കൂടി 10,990 വരുള്ളൂ. അത് കഴിഞ്ഞ് 32 ഇഞ്ചിൽ പിന്നെ ഗൂഗിൾ സ്റ്റാർട്ട് ചെയ്യും. 32 ഗൂഗിൾ 11,990 നമ്മൾ ഗൂഗിൾ കൊടുക്കും. 11,990 വാറന്റി നമുക്ക് വരുന്നത് 4 year വരെ ചെയ്യാം. 11,990 മുതലാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൂഗിൾ TV തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞ പിന്നെ 40 ആണ് അടുത്ത സെഗ്മെന്റ്. 40 വരുമ്പോൾ നമുക്കൊരു 17 രൂപ ആ റേഞ്ചിൽ നമുക്ക് 40 ആൻഡ്രോയിഡ് ഒരു 17,000 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, 40 ഇഞ്ച് കൊടുക്കാം. പിന്നെ 40 മുതൽ അങ്ങോട്ടുള്ള ടിവികൾക്ക് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഇളവ് വന്നിട്ടുണ്ട്, GST ഇളവ്. ഇപ്പൊ സെപ്റ്റംബർ 22 മുതൽ 10% GST കുറച്ചിട്ടുണ്ട്. 28% GST നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 18% ഉണ്ട്. കസ്റ്റമേഴ്സിന് ഇപ്പൊ എടുക്കുന്നവർക്ക് 10% കുറഞ്ഞുകൊണ്ട് തന്നെ ഒരു 43 ഇഞ്ച് TV നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 3000 രൂപയോളം വില കുറഞ്ഞിട്ടുണ്ട്. 55 ഇഞ്ച് TV എടുക്കുക വെച്ചാൽ നമുക്ക് ഏകദേശം 4500 രൂപയുടെ വ്യത്യാസം വരും. 65 ആണെങ്കിൽ നമുക്ക് ഒരു 6500 രൂപയുടെ കുറവ് വരുന്നുണ്ട്. GST ഓൾറെഡി വരുന്നുണ്ട്. നമ്മളുടെ ഡിസ്കൗണ്ട് പോരാതെ GST ഇളവും കൂടി ആ ആനുകൂല്യം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമർക്ക് അതേ റേറ്റിന്, ആ കുറച്ച റേറ്റിന്. ഇപ്പൊ നമ്മളുടെ ഇരിക്കുന്ന സ്റ്റോക്ക് ആണെങ്കിൽ പോലും നമ്മൾ ആ GST ഇളവ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. 10% കുറച്ചാണ്. 28% അടിക്കുന്ന ബില്ലല്ല, നമ്മൾ 18%. ആ 10% ഇളവ് കൂടി കസ്റ്റമർക്ക് ഇതൊരു ദീപാവലി ബോണസ് പോലെ കിട്ടിയതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 43 ഇഞ്ച് TV ആണെങ്കിൽ നമുക്കൊരു 20 രൂപ മുതൽ ഗൂഗിൾ 20,000 മുതൽ 43 നമ്മൾ ചെയ്യും. 20 രൂപ മുതൽ നമ്മൾ ഗൂഗിൾ ഫുൾ HD ചെയ്യും. ഒരു 22,900 23 രൂപ റേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 4K ചെയ്യും. 43 അൾട്രാ HD നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ 50 ഇഞ്ചാണെങ്കിൽ നമുക്കൊരു 31,500 വരുള്ളൂ. 500 വരുന്നുള്ളൂ ഇപ്പോ. അത് ഇതിനു മുന്നേ 34,500 വന്നിരുന്നതാണ്. അതാണ് ഇപ്പോ പെട്ടെന്ന് ഈ 4 ദിവസം കൊണ്ട് കുറഞ്ഞുകൊണ്ട് 31,500 വരുള്ളൂ. ഇനി 55 ഇഞ്ചിൽ QLED, ഇത് QLED ആണ്. 4K QLED ആണ്. ഈ 4K ആണ്, എല്ലാം 4K ആണ് വരുന്നത്. 50, 55 എല്ലാം 4K ആണ്. നമുക്കൊരു 36,000 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. 36,000 രൂപയ്ക്ക് 55 ഇഞ്ചില് നമുക്ക് കൊടുക്കാം, 4K കൊടുക്കാം. അതേപോലെ 65ലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു 52 രൂപ റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഇനി ഇത് എടുക്കുന്ന കസ്റ്റമർക്കും 668 രൂപ അടച്ചാൽ മതി TV എടുത്ത് പോവാം. വേറെ ചാർജ് ഒന്നുമില്ല. ഒരു 668 രൂപ കൊണ്ടുവരിക,
ഇനി ആദ്യമായിട്ടാണ് ഫിനാൻസ് എടുക്കുന്നെങ്കിൽ EMI കാർഡിന്റെ ഒരു ചെറിയ ചാർജ് അത് ഉണ്ടാവും. അതെല്ലായിടത്തും കോമൺ ആണ്. പ്രോസസ്സിംഗ് അല്ല, കസ്റ്റമർക്ക് കിട്ടുന്ന EMI കാർഡിന്റെ ചാർജാണത്. ഒരു 600 രൂപ. അവർക്ക് അതിന് വേറെ ഡിജിറ്റൽ കാർഡ് നമ്മൾ അതിലെന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് കൊടുക്കും. അതിനുള്ള ചാർജാ. മുന്നേ EMI ബജാജിലൊക്കെ ചെയ്യുന്നവരുടെ കാര്യമാണെങ്കിൽ വെറും 668 രൂപയായിട്ട് അവർ വന്നാൽ മതി. അതിവിടെ അടയ്ക്കുന്നു, സാധനം വീട്ടിൽ ഞങ്ങൾ ഡെലിവറി കൊടുക്കുന്നു. ഈ റേറ്റിൽ മുതൽ നമുക്ക് ഫിനാൻസ് ചെയ്യാം. ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് 668 രൂപ അടച്ച ഏത് മോഡലും നമുക്ക് എന്ത് ചെയ്യാം. ഗൂഗിൾ ടിവികൾ 24 നടക്കില്ല. ഗൂഗിൾ ടിവികൾക്ക് മാത്രമാണ് നമ്മൾ 668 രൂപ റേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, EMI കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ ഈ 40 ഇഞ്ചിന്റെ ഈ മോഡൽ ടിവിയുടെ ഒപ്പം, ഹ്യൂറിക്സ് ടിവിയുടെ ഒപ്പം നമ്മൾ കൊടുക്കുന്നത് 23,900 വിലയുള്ളൂ. ഇപ്പോ GST കുറഞ്ഞ ശേഷം നമ്മൾ കൊടുക്കുന്നത് 8000 വാട്ട് അവർ സ്പീക്കർ ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത്. എക്സ്ട്രാ കസ്റ്റമർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈ സാധനം ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അത്രയും അതിനു വേണ്ടി നമ്മൾ എഫർട്ട് എടുക്കുന്നുണ്ട്. കാരണം കസ്റ്റമർക്ക് കൊടുക്കണം. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമുക്കൊന്നുകൂടി നന്നാക്കണം എന്നുള്ള പ്ലാനോടുകൂടി നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് ബ്രാഞ്ചായിട്ടുണ്ട്. ഞങ്ങളുടെ നെക്സ്റ്റ് ബ്രാഞ്ച് ഇപ്പൊ ദീപാവലി ആയിട്ട് കോയമ്പത്തൂർ ഗാന്ധിപുരത്ത് നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്യും. ദീപാവലിക്ക് മുന്നേ നമ്മുടെ പുതിയ ബ്രാഞ്ച് അവിടെ സ്റ്റാർട്ട് ആവും. ഒരു വർഷം ആകുമ്പോഴേക്കും തമിഴ്നാട് ഏകദേശം ഞങ്ങള് ഒരുപാട് ബ്രാഞ്ചുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലും നമുക്ക് വയനാട് ഒഴികെ എല്ലാ ജില്ലയിലും ഞങ്ങൾക്ക് എന്തുണ്ട്, ബ്രാഞ്ചുകളുണ്ട്. ഇനിയും ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഈ വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ ഒരുപാട് ബ്രാഞ്ചുകൾ ഇനിയും ഇനാഗ്രേറ്റ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വൈവിധ്യമാർന്ന പ്രൊഡക്റ്റുകൾ അതും നമ്മൾ ടിവിയുടെ ഒപ്പം ടിവികളുടെ റേഞ്ച് തന്നെ ഒന്നും കൂടി മാറ്റി പിടിക്കാനുള്ള പ്ലാൻ ഉണ്ട്. കുറച്ചുകൂടി നല്ല മോഡൽസ്, അതായത് QLEDയിലേക്ക് ചെറിയ ഐറ്റം മുതൽ QLEDയിലേക്ക് മാറുക, എല്ലാം 4K ആക്കുക, അങ്ങനെയൊക്കെ പ്ലാനുകളുണ്ട്. നന്നാവും. കാരണം നമുക്ക് ഏത് മേജർ ബ്രാൻഡിനോടും ക്വാളിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കോമ്പീറ്റ് ചെയ്യാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങളുടെ വിജയം. കാരണം ഞങ്ങൾ ഏത് മേജർ ബ്രാൻഡിനോടും അവരുടെ ഏത് ഫീച്ചർ പറഞ്ഞാലും അതിനെ ജസ്റ്റ് കവർ ചെയ്യാനുള്ള ഒരു ഫീച്ചർ നമ്മളുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം അതിനനുസരിച്ച് ഞങ്ങളുടെ റിസർച്ച് ടീമുണ്ട്. അവരെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് റിസർച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ മേജർ ബ്രാൻഡും കമ്പയർ ചെയ്യുന്നുണ്ട്. ആ വേർഷൻസും ഓപ്ഷൻസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ TV ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വില കൂടിയാൽ പോലും ഞങ്ങൾ ഈ പാനൽ യൂസ് ചെയ്യാനുള്ള. കാരണം ഈ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പാനൽ തന്നെ യൂസ് ചെയ്യുന്നത്. സാധാരണ കമ്പനികളൊക്കെ യൂസ് ചെയ്യുന്നത് വരുന്നത് നമ്മൾ ശരിക്കും ഗ്ലാസ് ഡിസ്പ്ലേ പോലെയല്ലേ. നിങ്ങൾക്ക് ഒരു ഇതും വരില്ല, ഡിസ്ട്രക്ഷൻ തൊട്ട് കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല. ഒരു ഷോപ്പിൽ ചെന്നാലും TVയിൽ തൊടാനോ കുത്താനോ സമ്മതിക്കില്ല. കാരണം ഡാമേജ് ആവുന്നറിയും. ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ അടിച്ചു കാണിച്ചത് ഒന്നും സംഭവിക്കില്ല. അത്രയും ധൈര്യം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ റേറ്റ് കുറവാണ്. അതുപോലെ കണക്ടിവിറ്റി ഒരുപാട് കൂടുതൽ. ഞങ്ങളുടെ അടുത്ത് എല്ലാ ടിവികളിലും 3 HDMI പോർട്ട് ഉണ്ട്, AV ഇൻ ഔട്ട് ഉണ്ട്, ചില ടിവികളിൽ LAN ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഏത് നമുക്ക് ഇതും ഏത് കണക്ഷനും നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾ ബ്രാക്കറ്റും, എല്ലാ ടിവിയുടെ വാൾ ബ്രാക്കറ്റും ബേസ് സ്റ്റാൻഡും കാരണം എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ചെയ്യാത്തൊരു കാര്യം, ഞങ്ങളിവിടെ സ്റ്റെബിലൈസർ വിൽക്കുന്നില്ല. അതെന്തുകൊണ്ടറിയോ, നമ്മൾ ലൈറ്റ്നിങ് വരെ വാറണ്ടി കൊടുക്കുന്ന TVക്ക് ഞങ്ങൾ എന്തിന് സ്റ്റെബിലൈസർ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് അത് ആവശ്യമില്ല. നമ്മുടെ ഗൂഗിൾ ടിവികൾക്ക് നമ്മൾ സ്റ്റെബിലൈസർ പറയുന്ന പോലുമില്ല. കാരണം ലൈറ്റ്നിങ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ ഇന്ന് സ്റ്റെബിലൈസറിനെ പറ്റി ചിന്തിക്കണം. അത്രയും ധൈര്യം ആ പ്രൊഡക്റ്റിലുണ്ട്. ആ ബോർഡിനെ പറ്റി ഞങ്ങൾക്ക് ധൈര്യമുണ്ട്, ആ പാനലിനെ പറ്റി ധൈര്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. TV വെക്കാൻ മുന്നേ അവർ സ്റ്റെബിലൈസർ എടുക്കുന്നല്ലേ പറഞ്ഞത്. ഇല്ല, സ്റ്റെബിലൈസർ കൊടുക്കുന്ന പോലും ഇല്ല. അതാണ് അതിന് വേറെ ഒരു കാര്യം മേഡത്തെ കാണിച്ചു തരാം. നമ്മളുടെ TVയിൽ ഒരു ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷന്റെ ഒരു കേസ് ഇത് വേണ്ട മേഡം, ഫ്ലക്ച്വേഷൻ സേഫ്. അതായത് ഒരു ഹെവി വോൾട്ടേജ് വന്നാലും നമ്മളുടെ TVകൾ എന്ത് ചെയ്യും, അതിനെ അതിജീവിക്കുന്നുള്ളൊരു ധൈര്യം ഞങ്ങൾക്ക് ഉള്ളതാണ് അതിന്റെ കാരണം. വേറെ ആരും ചെയ്യുന്നില്ല. ഏതെങ്കിലും ബ്രാൻഡ് ചെയ്യുന്നുണ്ടോ? എല്ലാം വാറണ്ടി കാർഡ് ഏത് TVയും മേടച്ചിട്ടായാലും എഴുതിയിട്ടുണ്ടാവും, ലൈറ്റ്നിങ് ഇൻക്ലൂഡഡ് അല്ലാന്ന് എഴുതിയിട്ടുണ്ടാവും. കാരണം ആരും കൊടുക്കുന്നില്ല. കേരളത്തിൽ തന്നെ ഈ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നമ്മൾ മാത്രമല്ല മെയിൻ അടിച്ച് ഇടിമിന്നലിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷമായ ആ ഒരു എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ അത് ബാധിക്കേണ്ടതാണ്. നമ്മൾ വീണ്ടും ബ്രാഞ്ചിൽ ഇടുന്ന എന്ത് വേണം, നമുക്ക് നെഗറ്റീവ്സ് ഇല്ല. കാരണം ഞങ്ങൾ എടുക്കുന്ന കസ്റ്റമേഴ്സ് അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ബ്രാഞ്ചുകൾ ഇടാനും ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ടാവാനും ഒക്കെ കാരണം. അതുകൊണ്ട് തന്നെയാണ് നന്നായി ചെയ്യുന്നുണ്ട്. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ ഇനി ഓഫേഴ്സ്
കസ്റ്റമർക്ക് ബുക്ക് ചെയ്യാം. ഇപ്പൊ നമുക്കിപ്പോ ഈ ദീപാവലിയാണ്, നമുക്ക് എടുക്കാൻ സമയമില്ല, ഇപ്പൊ അല്ലെങ്കിൽ കയ്യിൽ പൈസ ഇല്ല, ഫിനാൻസ് സൗകര്യം ഇല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് അടച്ച് ചെറിയൊരു എമൗണ്ട് ഇവിടെ അടച്ച് അഡ്വാൻസ് ബുക്ക് ചെയ്താൽ നമുക്ക് 1 month വരെ കാലാവധിയിൽ നമ്മൾ എന്ത് ചെയ്യും, സാധനം ആ റേറ്റിൽ സ്റ്റോക്ക് ചെയ്യും, അത് ചെയ്തു കൊടുക്കും. ഇപ്പൊ പൈസ ഇല്ല, ഇപ്പൊ ഓണം ഓഫർ തീരെ 30-ാം തീയതി, പൈസ ഇല്ല, 30-ാം തീയതി ജസ്റ്റ് 1000 rupees ഇവിടെ വന്ന് അഡ്വാൻസ് ചെയ്ത് ടി വി പറഞ്ഞു, ആ ഓണം റേറ്റിൽ തന്നെ നമ്മൾ ആ ടി വി 1 month ഉള്ളിൽ കസ്റ്റമർ വന്നാൽ നമ്മൾ അതേ റേറ്റിൽ നമ്മൾ എടുത്തു കൊടുക്കും. അതും ചെയ്യുന്നുണ്ട്. കാരണം 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ 30-ാം തീയതി ഓണം ഓഫർ കഴിഞ്ഞു. പക്ഷെ അതിന്റെ ഉള്ളിൽ എടുക്കാൻ പൈസ ഇല്ലാത്തൊരു ബുദ്ധിമുട്ടാ, ഫിനാൻസിന് അവർക്ക് സൗകര്യം ഇല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ജസ്റ്റ് 1000 രൂപ അടയ്ക്കാം. അവര് നോക്കി വെച്ച ടി വി ഓണത്തിന്റെ അതേ റേറ്റിൽ നമ്മൾ 1 month വരെ വെയിറ്റ് ചെയ്യും. അതിന്റെ ഉള്ളിൽ അവർക്ക് എപ്പോ വേണമെങ്കിൽ വന്നിട്ട് ബാലൻസ് അടച്ച് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സൗകര്യം നമ്മൾ ചെയ്യും. ഓക്കെ, നമ്മളുടെ ഷോറൂം തുടങ്ങിയ കാലം മുതലേ നമ്മൾ കസ്റ്റമേഴ്സിനെല്ലാം ഓഫർ വലിച്ചു വാരി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മാസമായി ഓണത്തിന്റെ ഓഫർ നമ്മൾ അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട്, കൊടുത്തുകൊണ്ടിരിക്കുന്നു. 30-ാം തീയതി വരെ നമ്മൾ ഓണം ഓഫർ കൊടുക്കും. ഇപ്പോഴും ഈ 30-ാം തീയതി വരെ നമ്മൾ ഓണം ഓഫർ കൊടുക്കും. അടുത്ത മാസം 1-ാം തീയതി മുതൽ നമ്മൾ ദീപാവലിയുടെ കിഡിലൻ പടക്ക ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദീപാവലി ഓഫർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒപ്പം തന്നെ നമ്മളുടെ എല്ലാ ടിവികൾക്കും, ഗൂഗിൾ ടിവികൾക്ക് എല്ലാം 4 വർഷം വരെ വാറണ്ടി ഉണ്ട്. ഇടിമിന്നൽ പ്രൊട്ടക്ഷൻ അഥവാ നമ്മളുടെ ടി വി, അതായത് മറ്റുള്ള ഒരു ബ്രാൻഡുകളും ചെയ്യാത്തൊരു വാറണ്ടിയാണിത്. നമ്മളുടെ ടിവികൾ ഇൻ കേസ് ഒരു ഓവർ വോൾട്ടേജിൽ ഇടിമിന്നി പോയി, പാനൽ പോയി, ബോർഡ് പോയി, അതിനടക്കം നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. പാനലാണെങ്കിൽ പാനൽ മാറ്റി കൊടുക്കും, ബോർഡാണെങ്കിൽ ബോർഡ് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ഇടിമിന്നൽ വാറണ്ടി വേറെ ഒരു ബ്രാൻഡും ചെയ്യില്ല. മറ്റൊരു മേജർ ബ്രാൻഡ് ഒരു കമ്പനി ടി വി എടുത്ത് ഇടി അടിച്ചു പോയി, കമ്പനി ഉടനെ ചാർജ് ചെയ്യും. ഇടിവെട്ടിന് വാറണ്ടി ഇല്ല, വാറണ്ടി കിട്ടില്ല. ഒരു കമ്പനി ഇടിമിന്നലിന് വാറണ്ടി കൊടുക്കുന്നില്ല. ഞങ്ങൾ നേരെ തിരിച്ചാണ്. നമ്മളുടെ എടുക്കുന്ന ഗൂഗിൾ ടി വി ഇടിവെട്ടിയാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ടെക്നീഷ്യൻ വരുന്നു, അത് എടുക്കുന്നു, അതിന് എന്താ പോയാൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുത്ത് കസ്റ്റമർക്ക് കൊടുക്കുന്നു. ഇനി അതുമല്ല, നിങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി അതുമല്ല, നമ്മളുടെ ബ്രാഞ്ചിൽ നിന്നൊരു ടി വി എടുത്തു, ഇങ്ങനെ ഇടിമിന്നൽ അടിച്ചു, അല്ലെങ്കിൽ ഒരു മേജർ കംപ്ലൈന്റ് വന്നു, സ്പെയർ അവൈലബിലിറ്റി കിട്ടാൻ അല്ലെങ്കിൽ സർവീസ് കിട്ടാൻ 3-4 ദിവസം സമയം എടുക്കുമെങ്കിൽ കസ്റ്റമർക്ക് ഒരു ടെൻഷനും വേണ്ട, നമ്മൾ സ്പെയർ ടി വി കൂടി അവർക്ക് അവൈലബിൾ ആക്കും. അവരുടെ ടി വി ആരും കൊടുക്കാറില്ല. ആരാണ് സ്പെയർ ടി വി കൊടുക്കുന്നത്? നമ്മൾ പുതിയ ടി വി അവരുടെ വീട്ടിൽ വെച്ച് കാണാൻ കൊടുക്കുന്നു. അവർ ഓക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മളെ തിരിച്ചെടുക്കും. അതുമല്ല, നമ്മുടെ അടുത്ത് എടുക്കുന്ന സാധനങ്ങൾക്ക് ഓൾ കേരള ഫ്രീ ഡെലിവറിയാണ്. ഇവിടുന്ന് എവിടുന്ന് എടുത്താലും. ഇപ്പൊ നിലമ്പൂർ ഞങ്ങളുടെ ഇവിടുന്ന് 50-60 കിലോമീറ്റർ ദൂരം വരെ കസ്റ്റമേഴ്സ് വരാറുണ്ട്. നമ്മൾ അവർക്ക് ഈ സാധനം ഡെലിവറി അടിക്കും, അവിടെ എത്തിച്ചു കൊടുക്കും, സർവീസ് വീട്ടിൽ കൊടുക്കും. ഇല്ല, ഒരു ചാർജും വാങ്ങുന്നില്ല, ഫ്രീ ഡെലിവറിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതും കൂടാതെ വെറും 668 രൂപയായിട്ട് കടയിൽ വന്ന ആധാർ കാർഡായിട്ട് വന്ന് നമുക്ക് ഇവിടുന്ന് ഏത് ഗൂഗിൾ ടി വി നമുക്ക് എന്ത് ചെയ്യാം, 0 ഡൗൺ പേയ്മെന്റിൽ ഈ 668 രൂപയില് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, EMI ചെയ്യാം. അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. വെറും 668 രൂപയും ആധാർ കാർഡും അവരുടെ അക്കൗണ്ട് നമ്പറും പാൻ കാർഡും ഉണ്ടെങ്കിൽ അതും കൂടെ വന്നാൽ മതി. ഒരു 15 മിനിറ്റ് കൊണ്ട് ടി വി അവർക്ക് ഡെലിവറി ആവും. അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്യും. ബജാജ് ഫിൻസറിന്റെ ഓഫറാണ് നമ്മൾ ചെയ്യുന്നത്. അതില് നോ കോസ്റ്റ് ആണ്. ആകെ കസ്റ്റമർക്ക് വരുന്ന ചെലവ് ഇത് മാത്രമേ ഉള്ളൂ. ആകെ അവരുടെ സിവിൽ റേറ്റിംഗ് മാത്രം നമ്മൾ ചെക്ക് ചെയ്യും. പ്രോപ്പർ ആണെങ്കിൽ ഒരു സംശയം വേണ്ട, 15 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ഡെലിവറി ആക്കി കൊടുക്കും. അത്രയും സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ. എവിടെ ഈ ഒരു ഡൗൺ പേയ്മെന്റിൽ മറ്റൊരു ബ്രാൻഡുകളും ചെയ്യുന്നില്ല. മിനിമം 1500, 1900 ആ റേഞ്ചിലാണ് ഓരോ ബ്രാൻഡുകളും നോ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളത് 668 രൂപയ്ക്കാണ് ഞങ്ങൾ ഇവിടുന്ന് നോ കോസ്റ്റ് ചെയ്യുന്നത്. 3-1 വരും, 10-2 വരും. ഇനി മിനിമം നോ കോസ്റ്റ് ആണെങ്കിൽ തന്നെ 1,900, 2,000 ഈ റേഞ്ചിലാണ് വരുന്നത്. കൊടുത്ത് അങ്ങനെയാണ് വരുന്നത്. ഒപ്പം പ്രോസസിങ് കൂടുതലുണ്ടാവും. ഇത് എക്സ്ട്രാ ഒരു പ്രോസസിംഗും ഇല്ല. വേറെ 668 രൂപയായിട്ട് വരിക, ടി വി എടുത്ത് പോവാം. അതോടൊപ്പം ടിവിയുടെ ഒപ്പം ആകർഷകമായ ഒരു ഗിഫ്റ്റും അവർക്ക് നമ്മൾ ഓഫർ ചെയ്യും. ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. റഫറൻസ് കൂപ്പൺ, അതായത് വരുന്ന കസ്റ്റമർക്ക് ഞങ്ങൾ റഫറൻസ് കൂപ്പൺ കൊടുക്കുന്നുണ്ട്. 250 രൂപ വില വരുന്നൊരു കൂപ്പണാണ്. കസ്റ്റമർ അവരുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഈ കൂപ്പൺ കൊടുത്തു അവർ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്താൽ സ്പോട്ടിൽ ഈ കസ്റ്റമർക്ക് 250 രൂപ നമ്മൾ എന്ത് ചെയ്യും, ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഒരു ഷോപ്പുകാർ ഇത് ചെയ്യുന്നില്ല, ചെയ്യാൻ നമ്മൾ മാത്രമേ ഇങ്ങനത്തെ കേസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ 43 ഇഞ്ച് 55 ഇഞ്ച് ആ റേഞ്ചിലുള്ള നമ്മുടെ ടിവികളൊക്കെ പർച്ചേസ് 4 വർഷം വാറണ്ടിയിൽ എടുക്കുന്ന ഒരു കസ്റ്റമർക്ക്, റെഡി ക്യാഷ് പർച്ചേസ് ചെയ്യുന്നവർക്ക് 8,990 ടവർ സ്പീക്കർ, 990 വില വരുന്ന ടവർ സ്പീക്കർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുമല്ല, ഇവിടെ ഈ ടി വി 32 ഇഞ്ച് ടി വി എടുക്കുന്ന ഒരു കസ്റ്റമർ എടുത്തു.
എടുക്കുന്ന കസ്റ്റമർക്ക് വെറും ഈ 8990 സ്പീക്കർ വെറും 2990 തന്നാൽ നമ്മൾ അതും കൊടുക്കും. 90 സ്പീക്കർ 8000 വാട്ട് PMP സ്പീക്കറാണ്. വെറും 2990 തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആ സ്പീക്കർ ഇതിൽ ഏത് TV എടുത്താലും കിട്ടും. ഇപ്പൊ ഒരു 24 ഇഞ്ച് TV എടുത്താലും 32 എടുത്താലും വേണ്ടവർക്ക് ഇത് നമ്മൾ ഈ സ്പീക്കറും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്രയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ 1-ാം തീയതി വരെ നമ്മൾ എന്ത് ചെയ്യും? ദീപാവലിയുടെ ഓഫർ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ ഒപ്പം ഓണത്തിന്റെ പോലെ ആകർഷകമായ സമ്മാനങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഓണത്തിന് എങ്ങനെ കൊടുത്തിരുന്നോ അതിൽ നന്നായി കൊടുക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ബ്രാഞ്ച് എന്തായാലും ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. കസ്റ്റമർ വന്നാൽ മതി. അവർക്ക് എന്ത് സൗകര്യം വേണം. ഇപ്പൊ ബാങ്ക് EMI, ബ്രാൻഡ് EMI അല്ല, ബാങ്ക് EMI വേണം, ക്രെഡിറ്റ് കാർഡ് EMI നമുക്കുണ്ട്. ക്രെഡിറ്റ് കാർഡായിട്ട് വന്നാലും മതി. ബജാജ് മാത്രമല്ല ഉള്ളൂ, ഒരു ക്രെഡിറ്റ് കാർഡിലെ കസ്റ്റമർ ഒരു പൈസ അടയ്ക്കേണ്ട കാര്യമില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര മാസം EMI വരെ ആക്കാം? 3, 6, 9, 12 മാസത്തെ EMIയിൽ വേണം നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ. സ്പോട്ട് പൈൻ ലാബ് ഉണ്ട്, ഇവിടെ മെഷീൻ ഉണ്ട്, നമുക്ക് അതുവഴി നമുക്ക് അതും ചെയ്യാൻ പറ്റും. പിന്നെ വേറെ പ്രത്യേകത, നമ്മുടെ പാനൽസ് എല്ലാം ഹാർഡ് പാനൽസ് ആണ്. സാധാരണ പാനൽസ് വരുന്നതെല്ലാം സോഫ്റ്റ് പാനലാണ്. ഇതിപ്പോ നമ്മൾ കണ്ടോ, ഒന്നും സംഭവിക്കില്ല. സാധാരണ LED മുകളിൽ തൊട്ട് കഴിഞ്ഞ് പൊട്ടും. ഇതുപോലെ വരും. നമ്മളിപ്പോ ഒരു TV എടുത്താൽ ഇത് ഇങ്ങനെ വരും. ഇതാ കണ്ടോ, ഇതാണ് സാധാരണ ഇപ്പൊ എല്ലാ വില കുറഞ്ഞ ടിവികളിലും വരുന്നത്. ഈ പാനലാണ് വരിക, ഈ ലൈൻ വേണ്ട. നമ്മുടെ പാനല് തന്നെ ഇതാക്കോ, ഹാർഡ് പാനലാ. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടില് ജസ്റ്റ് ഒന്ന് തട്ടി മുട്ടി ഒന്ന് തട്ടി പൊട്ടിപ്പോയി ചിന്നിപ്പോവും. മെയിനായിട്ട് അങ്ങനെ കംപ്ലൈന്റ് വരുന്ന ഈ സോഫ്റ്റ് പാനൽ ടിവികൾക്കാണ് ഈ ഇഷ്യൂസ് കൂടുതൽ കാണുന്നത്. ക്രിസ്റ്റൽ പാനൽസ് നമ്മുടെ പാനൽസ് എല്ലാം ഗാർഡ് ചെയ്താണ്. ഇത് നമുക്ക് തുടച്ച് വൃത്തിയാക്കാം. മുകളിൽ ഗാർഡ് ചെയ്തിട്ടുണ്ട്. അത്രയും വാട്ടർ പ്രൂഫ് ആണ്. അത്രയും ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്. ഞങ്ങൾ ഒരു ചൈനീസ് ഐറ്റം ഇതിലില്ല. ഇതെല്ലാം ഇന്ത്യൻ മാനുഫാക്ചറിങ് ആണ്. ഞങ്ങളുടെ പ്ലാന്റിൽ നിന്ന് ഞങ്ങൾ അടിക്കുന്നതുകൊണ്ട് നമ്മൾ അതിന്റെ ക്വാളിറ്റി ഓരോ പീസും ക്വാളിറ്റി ചെക്ക് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. 4 വർഷം ഗൂഗിൾ ടിവികൾക്കൊക്കെ 4 വർഷം വാറണ്ടി നമ്മൾ കൊടുക്കും. 4 വർഷത്തിൽ 2 വർഷം നിങ്ങൾക്ക് ഫുൾ പാർട്സ് റീപ്ലേസ്മെന്റ് ആണ് തരുന്നത്. 2 വർഷം ഫുൾ പാർട്സ്, ബോഡി, സ്പീക്കർ, പാനൽ, എന്ത് ഇഷ്യൂ നമ്മൾ അത് മാറ്റി കൊടുക്കുന്നു. അടുത്ത 2 വർഷം സർവീസ് വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി കസ്റ്റമർക്ക് ഈ 4 വർഷം വാറണ്ടി ഇല്ലാതെയും നമ്മളുടെ പ്രോഡക്റ്റ് എടുക്കാം. വാറണ്ടി പിന്നീട് വേണമെങ്കിൽ കസ്റ്റമർ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോ അധികം പൈസ കൊടുക്കാനില്ല, ചെറിയൊരു വിലക്ക് ഗൂഗിൾ TV തന്നെ വേണമെങ്കിൽ നമുക്ക് 1 ഇയറിലോ 2 ഇയറിലോ ഒക്കെ ഇതേ TV എടുക്കാം. അപ്പൊ 1 വർഷം മതി. തൽക്കാലം എനിക്ക് 1 വർഷം മതി. നമുക്ക് 1 വർഷം വാറണ്ടി TV എടുക്കാം. നെക്സ്റ്റ് ഇയർ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയൊരു എമൗണ്ട് അടച്ച് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സൗകര്യം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത്. അത്രയും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച്, നമ്മളെ ഏറ്റവും വലിയ പ്രത്യേക എക്സ്ചേഞ്ച് ആണ്. മറ്റൊരു ഷോപ്പും കൊടുക്കാത്ത അത്ര എക്സ്ചേഞ്ച് എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. 500 രൂപ മുതൽ ഒരു 55-65 TV എടുക്കുകയാണ്. 6000 രൂപ വരെയാണ് പഴയ TV. അത് ഏത് കണ്ടീഷൻ TV, പൊട്ടിയാലും ഇടിവെട്ടിയാലും സാധാരണ നമ്മുടെ CRT പഴയ ടൈപ്പ് TV ആയാൽ പോലും നമ്മൾ ആ എമൗണ്ട് കൊടുക്കും. ഏത് TV കൊടുത്താലും നിങ്ങൾ എടുക്കുന്ന TV ഇത്രയും ഓഫർ കൊടുക്കൂല ആരും. ഒരു പഴയ പൊട്ടിപ്പോയ LED TV കൊണ്ടുവന്നാൽ 5000-6000 എക്സ്ചേഞ്ച് ഓഫർ കൊടുക്കാറില്ല. നമ്മളെ എക്സ്ചേഞ്ച് ഓഫർ കൊടുക്കുന്നുണ്ട്. 6000 റുപ്പീസ് വരെ പഴയ TVകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ചേഞ്ച് ഓഫർ. ആ TVയുടെ കണ്ടീഷൻ ഞങ്ങൾ നോക്കുന്നില്ല. എനി കണ്ടീഷൻ കൊണ്ടുവരാം, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. 500 രൂപ മുതൽ 6000 രൂപ വരെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ഓഫറും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർവീസിന്റെ കാര്യം എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും കസ്റ്റമർക്ക് TV ആയിട്ട് ഷോപ്പിലോട്ട് വരേണ്ട യാതൊരു കാര്യമില്ല. ജസ്റ്റ് ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക. ഞങ്ങൾ ടെക്നീഷ്യൻ വീട്ടിൽ പൊക്കോളും. സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കും. ഇനി എന്തെങ്കിലും കൊണ്ടുവരേണ്ട കേസ് ടെക്നീഷ്യൻ തന്നെ അത് ചെയ്തോളും. സർവീസ് സെന്ററിൽ എടുത്തോളും, അവൻ ചെയ്തു കൊടുത്ത് പൊക്കോളും. ഇതാണ് നമ്മളുടെ ഓഫർ. അതുപോലെ തന്നെ നമ്മളിപ്പോ എല്ലാവർക്കും അഡ്വാൻസ് ദീപാവലി ആശംസകൾ നേരുന്നു. നമുക്ക് നല്ലൊരു ഓണം കഴിഞ്ഞു. ഇനി അടുത്ത നല്ലൊരു ദീപാവലി പടക്ക ഓഫറുകൾ. നമ്മുടെ ഷോറൂം വരുന്നത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം കഴിഞ്ഞ് TVS ഷോറൂമിന് ഓപ്പോസിറ്റ് ആണ് നമ്മളുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് ജസ്റ്റ് പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. ഇങ്ങോട്ട് നമ്മുടെ ഷോപ്പിലേക്ക് ടൗണിൽ നിന്ന് അത്ര ദൂരേ ഉള്ളൂ. നാഷണൽ ഹൈവേയിലാണ് ഷോറൂം. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി ഉണ്ട്. റോഡിൽ നിന്ന് നമുക്ക് നേരിട്ട് കാണാവുന്ന രീതിയിലാണ്. ഓപ്പോസിറ്റ് TVS ഷോറൂം അങ്ങാടിപ്പുറം. അതെ, അങ്ങനെയാണ് വരുന്നത്.